ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ലോക സാഹോദര്യ ദിനമായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന് കെ രാഘവൻ MP ആവശ്യപ്പെട്ടു. വെസ്റ്റിയിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിലെ രണ്ടാമത് തീർത്ഥാടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ചെറുപ്പത്തിലെ തന്നെ ഗുരുദേവന്റെ ശിഷ്യനായി മാറിയ ചൈതന്യസ്വാമികളുടെ തപസ്സുകൊണ്ട് ധന്യമായ ഈ ആശ്രമത്തിന്റെ പുരോഗതി സമൂഹത്തിന്റെ അനിവാര്യതയാണെന്നും തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും MP പറഞ്ഞു. ജോലിക്ക് പോകുന്നതിന് മുമ്പിൽ ആദ്യമായി ശിരസ്സടിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടാമത് ഗുരുരാശ്രമ തീർത്ഥാടനവും പ്രതിഷ്ഠാ വാർഷികവും നിങ്ങളുടെല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദ്യമായിരിക്കും. ഇതിന്റെ സംഘാടനം നടത്തുന്ന ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഈ അവസരം ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 20 വർഷക്കാലത്തിനുള്ളിലാണ് കേരളത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം നവീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. 20 വർഷം മുമ്പ് വരെ നമ്മുടെ മിക്ക ഇത്തരം സ്ഥാപനങ്ങളെല്ലാം ജീർണത ബാധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളായി. കാരണം ഇതിന് സാമ്പത്തികമായ പരാധീനത വലിയ വിഷയമായി. അപ്പൊ ഇന്ന് കഴിഞ്ഞ 20 വർഷക്കാലത്തെ കേരളത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്തരീക്ഷത്തിൽ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുദേവനെ ഓർമ്മിക്കാനും ഗുരുദേവന്റെ ആദർശങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടം മാറിയിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ജന്മങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വമാനവീയതയ്ക്ക് വേണ്ടി ഒന്ന് സത്യസന്ധമായി പരിശോധിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു മഹാവ്യക്തിത്വം. ചടങ്ങിൽ വെച്ച് കേളപ്പജിയുടെ കൂടെ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന വികസനങ്ങളുടെ നേതൃത്വം നൽകുകയും ചെയ്ത പഴനി ശ്രീനാരായണ ധർമ്മ ആശ്രമ സമിതിയുടെ സെക്രട്ടറിയുമായ കുഞ്ഞിരാമനെ കെ രാഘവൻ MP ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ യോഗം കൗൺസിലർ AP മുരളീധരൻ മാസ്റ്റർ, യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി, രാജീവ് കുഴപ്പള്ളി, ബിനുകുമാർ, M സുരേന്ദ്രൻ, M രാജൻ, ശാലിനി ബാബുരാജ്, സുജാ നിത്യാനന്ദൻ, ഷമീന TK, PK വിമലേശൻ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കുകയും നമ്മുടെ വക്കല ആശ്രമത്തിൻ്റെ മഠാധിപതി ഉൾപ്പെടെയുള്ള ആളുകളെ വരുത്തി കോഴിക്കോട്ടെ അതിപ്രധാന ബിഷപ്പുനായ ഡോക്ടർ PK രാമചന്ദ്രൻ അവർ സ്വന്തം ചെലവിൽ നിർമ്മിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് പൂജനീയരായ സച്ചിദാനന്ദ സ്വാമികൾ ഈ ഒരു സങ്കേതത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. നമുക്കറിയാം, മഹാഗുരു 1928 ജനുവരി 19-ാം തീയതി കോട്ടയത്തെ തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിച്ചപ്പോൾ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കെട്ടം റൈറ്ററോടെ വന്ന് ഗുരുദേവന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അതിൻ്റെ വിശദമായ ചിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അവരുടെ ആശയം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറ്റണം, അവിടുന്ന് അനുവദിച്ചു തരണം
തീർത്ഥാടന കേന്ദ്രമല്ലേ, പിന്നെ ശിവഗിരിയുടെ തീർത്ഥാടന കേന്ദ്രമാകുമോ? അവർ പറഞ്ഞു മറ്റ് സ്ഥലങ്ങളിലൊന്നും ഏവരാതി പിന്നോക്ക ജനങ്ങൾക്ക് തീർത്ഥാടനം നടത്തുവാൻ അനുവാദമില്ല. ആ ഒരവസ്ഥ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് അനുവദിച്ച് നൽകണം. ഇത് പറഞ്ഞ് കൊള്ളാം, നല്ല കാര്യമാണ്. അക്കരയിൽ വന്നാൽ, ശിവഗിരിയിൽ വന്നാൽ അമ്മയെ കാണുവാനും കുഴൽവെള്ളത്തിൽ കുറുക്കി വെച്ചില്ല